Hello guys, thanks for checking back on my channel, MrChef. ആദ്യമായി തന്നെ നമ്മളുടെ എല്ലാ വ്യൂവേഴ്സിനും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ നേരുകയാണ്. അപ്പോൾ നമ്മളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ന്യൂ ഇയർ സെലിബ്രേഷൻ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡെസേർട്ട് ക്രീം കാരമലിന്റെ റെസിപ്പിയാണ് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മാതിരി യൂട്യൂബിൽ പ്ലം കേക്കിന്റെയും ഡിഫറെന്റ് ആയിട്ടുള്ള കേക്കുകളുടെയും വളരെയധികം റെസിപ്പികളുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ക്രീം കാരമലിൻ്റെ റെസിപ്പി വളരെയധികം നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. അതുമാതിരി തന്നെ നമുക്ക് ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിലെ കിച്ചണിലുള്ള വളരെ മിനിമം ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് വീഡിയോ, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒന്നും മിസ് ചെയ്യാണ്ട് ഫുള്ള് വീഡിയോ കാണുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഗൈസ്, അപ്പോൾ നമുക്ക് ആവശ്യമായുള്ള എല്ലാ ഐറ്റംസും നമ്മളിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായി നമ്മളുടെ കുക്കിംഗ് തുടങ്ങാം. നമുക്ക് ഗൈസ് ആദ്യമായി തന്നെ നമുക്ക് സ്റ്റവ് എടുത്ത് വെച്ച് ഓണാക്കി ഒരു പാൻ എടുത്ത് നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു അരക്കപ്പ് ഷുഗർ, 3 ടേബിൾ സ്പൂൺ വെള്ളം, ചെറിയ നാരങ്ങയുടെ ഹാഫ് നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. അടുത്തായി നമ്മളിട്ട ഷുഗർ വെള്ളത്തിൽ നന്നായിട്ട് ഡൈലൂട്ട് ആകുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. നമ്മുടെ ഷുഗർ നന്നായിട്ട് ഡൈലൂട്ട് ആയതിനു ശേഷം നമ്മൾ തവി കൊണ്ട് ഇളക്കുന്നത് നിർത്തി സ്റ്റൗവിൻ്റെ ഫ്ലെയിം നമുക്ക് മീഡിയത്തിലേക്ക് ഇട്ട് നമ്മളുടെ സോസ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഗൈസ്, നമുക്ക് കാണാൻ മാതിരി നമ്മളുടെ കാരമൽ ഒരു ഗോൾഡൻ കളറിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു കളറിൽ എത്തി കഴിയുമ്പോൾ നമ്മുടെ സ്റ്റൗ ഓഫ് ആക്കിയതിന് ശേഷം ക്രീം കാരമൽ ഉണ്ടാക്കാനുള്ള ബോളിലേക്ക് കാരമൽ സോസ് ഒഴിച്ച് ഇത് സെറ്റ് ആവുന്നവരെ നമുക്കൊന്ന് സൈഡിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. അടുത്തായി ഒരു ബോൾ എടുത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 4 മുട്ട ക്രാക്ക് ചെയ്ത് ഒഴിക്കാം. അതിനുശേഷം നമുക്ക് ഒരു വിസ്ക് കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയുടെ വെള്ളയും മഞ്ഞയും നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം അടുത്തതായിട്ട് തിളപ്പിച്ച് നന്നായിട്ട് ആറ്റിയെടുത്ത 2 കപ്പ് മിൽക്ക് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. മിൽക്ക് ഒഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് അരക്കപ്പ് ഷുഗർ, 1 ടേബിൾ സ്പൂൺ വാനില എസൻസ്, 1 കപ്പ് കണ്ടൻസ് മിൽക്ക്. ഗൈസ്, നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കണ്ടൻസ് മിൽക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ചും കൂടെ ചിലവ് കുറച്ച് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടൻസ് മിൽക്കിന് പകരം നമ്മളുടെ റെഗുലർ മിൽക്ക് സെയിം എമൗണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതായത് 1 കപ്പ് കണ്ടൻസ് മിൽക്കാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ അതിന് പകരം നമുക്ക് 1 കപ്പ് റെഗുലർ മിൽക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ നമ്മൾ റെഗുലർ മിൽക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് കപ്പ് എക്സ്ട്രാ ഷുഗറും കൂടെ ഇതിൽ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം കണ്ടൻസ് മിൽക്കിനകത്ത് നമുക്ക് സ്വീറ്റ്നെസ് ഉണ്ട്, റെഗുലർ മിൽക്കിൽ സ്വീറ്റ്നെസ് ഇല്ല. അപ്പോൾ ആ സ്വീറ്റ്നെസ് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് എക്സ്ട്രാ ഷുഗറും കൂടെ ആഡ് ചെയ്യുക. അതാണ് ഹാഫ് കപ്പ് ഷുഗർ. ഓക്കെ, ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗൈസ്, നമ്മളുടെ സോസ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി നമ്മൾ കാരമൽ സോസ് സെറ്റ് ചെയ്ത പാത്രത്തിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത സോസ് നമുക്ക് ഒരു സ്ട്രെയിനർ വഴി അരിച്ചെടുത്ത് ഒഴിക്കുക. ഇതിലേക്ക് നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നതിന് കാരണം ലംസ് ഒന്നും ഇല്ലാണ്ട് നല്ല ഫൈൻ ടെക്സ്ചറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അടുത്ത സ്റ്റൗ എടുത്ത് വെച്ച് ഓണാക്കി ഒരു സോസ് പാൻ നമുക്ക് എടുത്ത് വെക്കാം. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന സോസ് പാനിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിന് പകരം നമ്മളുടെ ഇഡ്ഡലി പാത്രം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പാൻ എടുത്ത് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ക്രീം കാരമൽ ഉണ്ടാക്കുന്ന പാത്രം ഡയറക്റ്റ്ലി നമ്മളുടെ പാനിൽ ടച്ച് ചെയ്യാതിരിക്കാനുള്ളൊരു പാത്രം വെച്ച് ഇതിലേക്ക് നമ്മളുടെ കാരമൽ സോസ് ഇറക്കി വെക്കാം. അടുത്തതായി നമ്മളുടെ പാനിൻ്റെ ലിഡ് വെച്ച് അതിന് മുകളിലേക്ക് ചെറുതായിട്ട് എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ച് നമ്മളുടെ സ്റ്റീം പുറത്ത് പോകാണ്ടിരിക്കാനായിട്ട് കവർ ചെയ്യാം. സ്റ്റൗവിൻ്റെ ഫ്ലെയിം മീഡിയത്തിൽ സെറ്റ് ചെയ്തതിന് ശേഷം ഏകദേശം 30 തുടങ്ങി 45 മിനിറ്റ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കാരണം നമ്മളിന്ന് ക്രീം കാരമൽ ഉണ്ടാക്കുന്നത് ഒരു സോസ് പാനിലാണ്. അതിന് കാരണം നമ്മളുടെ നാട്ടിൽ മിക്ക വീട്ടിലും ഓവൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഇനി നിങ്ങളുടെ വീട്ടിൽ ഓവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുക്കിംഗ് ടെമ്പറേച്ചറും ടൈമിങ്ങുമാണ് ഞാൻ അടുത്തായിട്ട് പറയുന്നത്. ഓവനിൽ ക്രീം കാരമൽ ഉണ്ടാക്കാനായിട്ട് 160 ഡിഗ്രി നമ്മൾ ഓവൻ പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 30 തുടങ്ങി 40 മിനിറ്റ് ആണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ കുക്കിംഗ് ടൈം കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ബൗളിൻ്റെ സൈസ് അനുസരിച്ച് നമ്മളുടെ ടൈമിങ് ഒരു പക്ഷേ 30 മിനിറ്റ്സോ അല്ലാന്നുണ്ടെങ്കിൽ 45 മിനിറ്റ്സോ നമുക്ക് കുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മളൊരു 30 മിനിറ്റ്സ് നമ്മൾ ടൈമർ വെച്ചതിന് ശേഷം നമ്മളുടെ ക്രീം കാരമൽ ചെക്ക് ചെയ്യുക. കുക്കായെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് കൂടെ നമുക്ക് എക്സ്ട്രാ കുക്ക് ചെയ്യാം. ഓവനിൽ കുക്ക് ചെയ്യുമ്പോൾ ആവറേജ് ഒരു 40 മിനിറ്റ്സ് നമ്മൾ കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ക്രീം കാരമൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ഈ ടൈമിങ് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക. നിങ്ങളുടെ ബൗൾ ഉപയോഗിക്കുന്ന ബൗളിൻ്റെ ലെങ്ത് അനുസരിച്ച് ടൈമിങ് സെറ്റ് ചെയ്യുക.
നമ്മളുടെ ക്രീം കാരമൽ നമ്മൾ 30 മിനിറ്റ്സ് കുക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ലിഡ് ഒന്ന് മാറ്റി ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യാനായിട്ട് നമ്മളുടെ ഒരു ചെറിയ നൈഫ് ഇല്ലാന്നുണ്ടെങ്കിൽ ടൂത്ത് പിക്ക് എടുത്തതിന് ശേഷം നമ്മുടെ പുഡിങ്ങിൽ കുത്തിയിട്ട് നമ്മൾ എടുത്തു കഴിയുമ്പോൾ നന്നായിട്ട് ക്ലീൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ അതിനർത്ഥം നമ്മളുടെ ക്രീം കാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ടെന്നാണ്. നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം ഇതിനകത്ത് കുറച്ച് നമ്മളുടെ നൈഫിൽ ക്ലീൻ ആയിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 15 മിനിറ്റും കൂടെ കുക്ക് ചെയ്യുക. എനിവേ ഇത് കുക്കായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ സ്റ്റവ് ഓഫ് ആക്കിയതിന് ശേഷം നമ്മൾ ഇതെടുത്ത് പുറത്തേക്ക് വെക്കുകയാണ്. അതുമാതിരി തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാനിൽ വെള്ളം തീർന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. വെള്ളം തീർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളുടെ ക്രീം കാരമൽ കുക്ക് ചെയ്യേണ്ടത് വാട്ടർ ബാത്തിലാണ്. അതായത് നമ്മൾ ട്രേയിൽ വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യുന്ന ആ പ്രോസസ്സിന് പറയുന്നതാണ് വാട്ടർ ബാത്ത്. നമ്മളുടെ പാത്രത്തിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചതിന് ശേഷം ഏകദേശം ഒരു 10 മിനിറ്റ് നേരം നമുക്ക് വെളിയിൽ തന്നെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. വെളിയിൽ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ ഏകദേശം 3 തുടങ്ങി 4 മണിക്കൂർ വരെ നമുക്ക് ക്രീം കാരമൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ക്രിസ്മസിന്റെ തലേദിവസം അല്ലാന്നുണ്ടെങ്കിൽ ന്യൂ ഇയറിന്റെ തലേദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. നന്നായിട്ട് സെറ്റായിട്ട് നല്ല രീതിയിൽ നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാനായിട്ട് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. എനിവേ നമുക്ക് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഫ്രിഡ്ജിലേക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് വെക്കാം. ഗൈസ്, അങ്ങനെ നമ്മളുടെ ക്രീം കാരമൽ ഏകദേശം ഒരു 3 മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട്. അടുത്തായി നമുക്കൊന്ന് ഡീമോൾഡ് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഡീമോൾഡ് ചെയ്യാനായിട്ട് ഒരു നൈഫ് എടുത്ത് നമ്മളുടെ ക്രീം കാരമലിൻ്റെ സൈഡിൽ നമുക്കൊന്ന് പതുക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു പ്ലേറ്റ് എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് കമത്തിയതിന് ശേഷം നമുക്ക് നേരെ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ക്രീം കാരമൽ നല്ല അടിപൊളിയായിട്ട് ഡീമോൾഡായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ മാതിരി നമ്മളുടെ ക്രീം കാരമൽ നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഡീമോൾഡ് ചെയ്ത് പാത്രത്തിലേക്ക് മാറ്റാൻ പറ്റിയിട്ടുണ്ട്. ഗൈസ്, നമ്മുടെ ക്രീം കാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തായി നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. ക്രീം കാരമൽ അടിപൊളി ടേസ്റ്റ് ആണ്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ടെക്സ്ചറാണ്. വായിലിടുമ്പോൾ തന്നെ അത് അലിഞ്ഞു പോയാണ്. അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ടെക്സ്ചറാണ് ഇതിനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ നല്ല റെസിപ്പിയാണ്. സാധാരണ നിങ്ങൾ കഴിക്കുന്ന പ്ലം കേക്ക് കഴിച്ച് മടുത്തവരാണെന്നുണ്ടെങ്കിൽ വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ക്രിസ്മസിനോ അല്ലെന്നുണ്ടെങ്കിൽ ന്യൂ ഇയറിനോ ഏത് ഫംഗ്ഷൻ ആയാലും നിങ്ങൾക്ക് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടുകാരെ അല്ലെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് നിങ്ങൾക്ക് നല്ലൊരു അപ്രീസിയേഷൻ തരാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമന്റ് സെക്ഷനിൽ എഴുതി അറിയിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫുഡി ഫ്രണ്ട്സിനെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ നമ്മുടെ റെസിപ്പികൾ അയച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഇതുമാതിരത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റെസിപ്പികൾ കാണുവാനായിട്ട് ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൽ ബെല്ലൈക്കനോട് എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങളുടെ ഹോം പേജിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അതുവഴി നിങ്ങൾക്ക് പുതിയ റെസിപ്പികൾ പുതിയ കുക്കിംഗ് ഐഡിയാസ് കിട്ടുവാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേരുന്നു. I will see you in a different video next time. Bye bye.